നമസ്കാരം. എൻ്റെ പേര് മൃത്യുഞ്ജയ പ്രസാദ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. കോയമ്പത്തൂർ ആയുർവേദ കോളേജിലാണ് ഞാൻ പഠിച്ചത്. 2000 മുതൽ ഞാൻ ആയുർവേദ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ ഏജൻസികളിൽ, ബ്രാഞ്ചുകളിൽ, പിന്നെ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ കോളേജിൽ ലെക്ചറായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5.5 വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം ബാംഗ്ലൂരിൽ 2-3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിൽ ഉള്ള കേരളീയ ആയുർവേദ സമാജം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു 125 വർഷത്തോടടുപ്പം പഴക്കമുള്ള ഒരു കേരളത്തിലെ തന്നെ ആദ്യത്തെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലാണത്. അവിടെയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഞാനിപ്പോൾ ഡിവൈൻ ഗ്രേസ് ആയുർവേദ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരിൽ മാസത്തിൽ 2 തവണ, 2ാമത്തെയും 4ാമത്തെയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് റെഗുലറായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ സർവീസ് ഇവിടെ അവൈലബിൾ ആണ് ഡിവൈൻ ഗ്രേസിൽ. പിന്നെ ഞാൻ ആയുർവേദം കോയമ്പത്തൂർ ആയുർവേദ കോളേജിൽ പഠിച്ചെങ്കിലും എൻ്റെ അച്ഛൻ ആയുർവേദ വൈദ്യനായിരുന്നു. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ നിന്ന് പാസ്സായ 1947 പാസ് ഔട്ട് ആയിരുന്നു അച്ഛൻ. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ഇത് കണ്ടിട്ടാണ് ഞാൻ ആയുർവേദത്തിലേക്ക് ആകൃഷ്ടനായതും അത് തിരഞ്ഞെടുക്കാൻ. പ്രധാന കാരണം, നമ്മൾ മരണശയ്യയിലാണെങ്കിൽ പോലും നമ്മൾ രോഗികൾക്ക് നമ്മൾക്ക് ഒരു മരുന്ന് എഴുതി കൊടുക്കാനും അവർക്കൊരു സുഖം പ്രദാനം ചെയ്യാനും അസുഖം മാറ്റിക്കൊടുക്കാനും കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ആയുർവേദ മേഖല, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. അങ്ങനെ അതിൽ ആകൃഷ്ടനാവുകയും അച്ഛനിൽ നിന്നാണ് അതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത്. പിന്നീട് ഞാൻ കോയമ്പത്തൂർ ആയുർവേദ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സാവുകയും ചെയ്തു.